പാലയൂർ പള്ളി മാർത്തോമ നസ്രാണികളുടെ പിള്ളത്തൊട്ടിൽ. ക്രിസ്തീയ വിശ്വാസത്തിന്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മികച്ച വിളഭൂമിയാണ് നമ്മുടെ തൃശ്ശൂർ. ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ 7.5 പള്ളികളിൽ കേരളത്തിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലയൂർ എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുന്ന പാലയൂർ പള്ളി. ചാവക്കാട് നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന ക്രിസ്തീയ വിശ്വാസ സമൂഹമാണ് ഇവിടെയുള്ളത്. ക്രിസ്തു വർഷം 52-ൽ തൻ്റെ ഗുരുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ കേരളത്തിലെത്തിയ തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണിത്. 2020 ജൂലൈ 3-ന് ഈ മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമാക്കി സീറോ മലബാർ സിനഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. തോമാസ് ലീഹായാൽ സ്ഥാപിതമായ 7.5 പള്ളികളാണ് കേരള നസ്രാണികളുടെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രഥമ കേന്ദ്രങ്ങൾ. കൊടുങ്ങല്ലൂർ, കൊല്ലം, നിരണം, ചായൽ, കോക്കമംഗലം, കോട്ടയ്ക്കാവ്, പാലയൂർ എന്നിവയും കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോട് അല്ലെങ്കിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയുമാണ് തോമാസ് ലീഹായാൽ സ്ഥാപിതമായ 7.5 പള്ളികൾ. ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ പാലയൂർ പള്ളി കേരളത്തിലെ സുപ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കേവലം 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു ക്രിസ്തു മത സൗഹാർദ്ദ ഭൂമി കൂടിയാണ് പാലയൂർ. കൊടുങ്ങല്ലൂരിൽ, അതായത് മുസ്രിസ് എത്തിയ തോമാസ് ലീഹ അവിടെ നിന്നും ജലമാർഗം പാലയൂരിലെത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൽ പാലയൂർ ബ്രാഹ്മണരുടെയും യഹൂദരുടെയും ശക്തി കേന്ദ്രമായിരുന്നു. തോമാസ് ലീഹ കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നീ പ്രദേശങ്ങളിലെത്തി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള പ്രധാന കാരണം അവിടെ അന്നുണ്ടായിരുന്ന യഹൂദ സാന്നിധ്യമായിരുന്നു. പാലയൂർ പള്ളിയോടൊപ്പം തോമാസ് ലീഹ സ്ഥാപിച്ച കൽക്കുരിശ്, തോമാസ് ലീഹ ജലമാർഗം വന്നിറങ്ങിയ ബോട്ട് കുളം, പൂർവികരെ സ്നാനപ്പെടുത്തിയ തളിയകുളം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. തോമാസ് ലീഹയുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പാരമ്പര്യ തനിമയും പ്രൗഢിയും ഒത്തിണങ്ങിയ ദേവാലയത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ ശേഷിപ്പുകൾ കാണാൻ നമുക്ക് സാധിക്കും. തോമാസ് ലീഹായുടെ പാലയൂർ ജീവിതത്തെയും സുവിശേഷ പ്രഘോഷണത്തെയും സംബന്ധിച്ച് വിവിധങ്ങളായ വിശ്വാസങ്ങൾ നിലവിലിരിപ്പുണ്ട്. തോമാസ് ലീഹ പാലയൂർ എത്തിയ കാലത്ത് സൂര്യാരാധന ആളുകളുടെ ഇടയിൽ പ്രാബല്യത്തിലിരുന്നു. ബ്രാഹ്മണർ സൂര്യാരാധനയുടെ ഭാഗമായി കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മന്ത്രം ജപിച്ച് മുകളിലേക്കെറിഞ്ഞ് സൂര്യനെ ആരാധിക്കുന്നത് അക്കാലത്തെ ഒരു പതിവ് രീതിയായിരുന്നു. ഒരിക്കൽ തളിയക്കുളത്തിലെത്തിയ തോമാസ് ലീഹ ബ്രാഹ്മണർ സൂര്യതർപ്പണം നടത്തുന്നത് കണ്ട് കൈക്കുമ്പിളിൽ എടുത്ത് മുകളിലേക്കെറിയുന്ന വെള്ളം തിരികെ താഴേക്ക് പതിക്കുന്നത് കണ്ട് നിരർത്ഥകമായ ഈ പ്രവൃത്തിയെപ്പറ്റി അവരോട് സംസാരിച്ചു. അവർ സമർപ്പിക്കുന്ന വെള്ളം സൂര്യദേവൻ സ്വീകരിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് അവർ മുകളിലേക്കെറിയുന്ന ജലം താഴേക്ക് പതിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവർ ചെയ്ത രീതിയിൽ താൻ വെള്ളം മുകളിലേക്കെറിഞ്ഞാൽ തൻ്റെ ജീവനുള്ള ദൈവം വെള്ളം സ്വീകരിക്കുമെന്നും അങ്ങനെ സ്വീകരിച്ചാൽ തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ എന്നും തോമാസ് ലീഹ അവരോട് ചോദിച്ചു. അവർ അത് സമ്മതിച്ചു. മറിച്ചെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ താൻ എത്തിച്ചേരാം എന്നും അദ്ദേഹം അവരുമായി ധാരണയിലെത്തി. തോമാസ് ലീഹ ത്രിയേക ദൈവത്തെ വിളിച്ച് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുകളിലേക്കെറിഞ്ഞു. അത് വായുവിൽ തങ്ങി നിന്നു. ഈ മഹാത്ഭുതം കണ്ട് ബ്രാഹ്മണരും യഹൂദരും അടങ്ങുന്ന നിരവധി ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു. അങ്ങനെ തോമാസ് ലീഹ നിരവധി ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും സ്നാനപ്പെടുത്തുകയും ചെയ്തു. ബ്രാഹ്മണരെയും യഹൂദരെയും മറ്റ് നിരവധി ആളുകളെയും സ്നാനപ്പെടുത്തിയ കുളമാണ് പാലയൂരിലെ തളിയകുളം. ഇത് ഭാരതത്തിലെ തന്നെ ആദ്യത്തെ സ്നാനകുളമെന്ന് അറിയപ്പെടുന്നു. ഭാരത നസ്രാണികളുടെ ജന്മസ്ഥലമാണ് പാലയൂർ പള്ളിയിലെ തളിയക്കുളം എന്ന് വിശേഷിപ്പിക്കാം. വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് പാലയൂർ പോലെയുള്ള അതിപ്രധാന ഹൈന്ദവ കേന്ദ്രത്തിൽ തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചത്.
പാലയൂരിലെ പ്രധാന ബ്രാഹ്മണ കുടുംബങ്ങളായ കാളികാവ്, പകലോമറ്റം, ശങ്കരപുരി, കള്ളി എന്നീ കുടുംബങ്ങളിൽ നിന്നുള്ള ക്രിസ്തുമതം സ്വീകരിച്ച വിശ്വാസികൾ തൃശ്ശൂർ, കോട്ടയം ജില്ലകളിലേക്ക് മാറി താമസിക്കുകയും അവരൊക്കെയും പരമ്പരയായി വലിയ ക്രിസ്ത്യൻ സമൂഹങ്ങളായി പിൽക്കാലത്ത് മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ നോയമ്പിലെ 40-ാം വെള്ളിക്ക് മുൻപുള്ള ഞായറാഴ്ചയിലെ പാലയൂർ തീർത്ഥാടനം ഇന്ന് വളരെയേറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീർത്ഥാടനം ആദ്യ നൂറ്റാണ്ടിലെ തോമാശ്ലീഹായുടെ സുവിശേഷ പദയാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറിയിരിക്കുന്നു. തോമാശ്ലീഹ ഒരു കുരിശ് മാത്രമാണ് ക്രിസ്തു വർഷം 52 പാലയൂരിൽ സ്ഥാപിച്ചതെന്നും പിന്നീടാണ് പള്ളി നിർമ്മിക്കുന്നതെന്നും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാചീന ഹൈന്ദവ ക്ഷേത്ര മാതൃകയിലാണ് ഇവിടുത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യകാല ബലിപീഠം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പള്ളി തീ വെച്ച് നശിപ്പിച്ചതായി പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ പള്ളിയുടെ ആദ്യ രൂപത്തിന് മാറ്റം വരുത്താതെ പുതുക്കി പണിതിരുന്നു. ഹിന്ദു വാസ്തുശൈലിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ ദേവാലയ നിർമ്മിതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മണിമാളികയും വളരെ പ്രസിദ്ധമാണ്. അത് ഉയരം കൊണ്ടും നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ തരം മണിമാളികയുടെ ഉയരവും പ്രൗഢിയും പഴമയും ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഇവിടെ എത്തുന്നവരുടെ പ്രഥമ ശ്രദ്ധ ഈ മണിമാളികയിൽ പതിയുന്നു. അത്ര കണ്ട് ആകർഷണീയമാണത്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയുടെ ആരംഭത്തിൽ കേരളക്കരയിലെത്തിയ മാർത്തോമാ ശ്ലീഹ അന്ന് ലഭ്യമായ യാത്രാസൗകര്യം ഉപയോഗിച്ച് ജലമാർഗം സഞ്ചരിച്ചാണ് തൻ്റെ നാഥൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ പാലയൂർ എന്ന ഗ്രാമത്തിലെത്തിയത്. ഈ ദേവാലയവും കേരള ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരുടെ അമ്മപ്പള്ളിയായി നിലകൊള്ളുന്ന ഇന്ന് യാത്രാ സൗകര്യത്തിൽ മുൻപന്തിയിലെത്തി നിൽക്കുന്നു ഈ ഗ്രാമം. നോമ്പിൻ്റെ കാലങ്ങളിൽ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയിൽ പാലയൂർ പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തി അനുഗ്രഹം പ്രാപിക്കുക എന്നത് വിശ്വാസികൾ ഒരു വലിയ അനുഗ്രഹമായി തന്നെ കരുതുന്നു.